നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മൈ വേൾഡ്. ഓക്കെ, കോപ്പി ഓഫ് മൈ വേൾഡ്. ഇത് അപ്ഡേറ്റ് ആൻഡ് പ്ലേ നമുക്കപ്പോൾ ലോഡാവട്ടത്. സോ നമുക്ക് എന്തായാലും ഇവിടെ ലോഡാവാൻ കാത്തിരിക്കാം. ലോഡായി ഇവിടുന്ന് ദേഷ്യം വരുന്നുണ്ട്. ഇതെന്താണിത്? വേൾഡ്. അപ്പം നമുക്ക് ഈ വേൾഡിൽ നിന്ന് എക്സിറ്റ് ആവാം. ഡിസ്കണക്ട്. കോപ്പി ഓഫ് മൈ വേൾഡ്. ഓക്കെ, നമുക്കിനി ഞാൻ 2-3 ദിവസം മുന്നേ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വേൾഡ് കളിക്കാം. വേഗം. కడుపు నిండా 100 ముద్దలు తినే ఏనుగు. സോ ഞാനിത് അൺബ്രേക്കിംഗ് ഉള്ള ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു എൻചാൻറ്റിങ് ബുക്കിൻ്റെ സ്റ്റേഷനും. ഓക്കെ, നമുക്കിനി നോക്കാം ഇതിൽ എന്തൊക്കെ എൻചാൻമെൻറ്റ്സ് ആണുള്ളതെന്ന്. ഇനി നമുക്കൊരു സോഡ് എടുക്കാം. അതേപോലെ ഇതെടുത്ത് എൻചാൻറ്റിങ് ബുക്ക് റിപ്റ്റൈഡ് 3 ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ആക്ച്വലി ചെയ്യാം. ആക്ച്വലി നമ്മളെങ്ങനെയാണ് ഒബ്സിഡിയൻ മൈൻ ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും. ഒബ്സിഡിയൻ നമുക്ക് സിമ്പിളായിട്ട് മൈൻ ചെയ്യാം ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടെങ്കിൽ. ആക്ച്വലി ഞാൻ ആലോചിക്കുന്നത് നമ്മളെങ്ങനെയായിരിക്കും ഒരു ബെഡ് റോക്ക് മൈൻ ചെയ്തെടുക്കുക. എൻഡ് ക്രിസ്റ്റല് നമുക്ക് ഒബ്സിഡിയൻ്റെ മുകളിൽ ഇതാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. പറ്റുമെങ്കിൽ നല്ലത്. പറ്റും. എൻ്റെ മോനെ പൊട്ടിത്തെറിച്ച്. അപ്പം നമുക്ക് ഒരു ലോഡ് ഒബ്സിഡിയൻ ഇങ്ങനെ തന്നെ ലോഡ് ചെയ്യാം. ഇതാക്കാം. ഓക്കെ, അതാ ഒരു റൂണ്ട് പോർട്ടൽ. പിന്നെ നമുക്ക് പോകാം. ഇനി നമുക്ക് അയ്യാ പൊട്ടിത്തെറിച്ച്. കുറച്ചുകൂടി വലുപ്പം വേണം ഇതിന്. ഓക്കെ, അതേപോലെ നമുക്ക് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ഓക്കെ. സോ ഗൈസ്, ഇനി നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇനി സെക്കൻഡ് ചാനൽ തുടങ്ങൂലേ ഗൈസ്, അതിലായിരിക്കും ഇനി ഇടുക. റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ പോലും. ഓ നൈസ്. എൻ്റെ മോനെ ഒരു മാസീവ് എക്സ്പ്ലോഷൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഒരു വീഡിയോ കണ്ടാണ് എൻക്രിസ്റ്റിൽ മറ്റേ ഒബ്സിഡിയൻ്റെ മുകളിൽ വെച്ച് സ്പോൺ ചെയ്യുന്നത്. ഒബ്സിഡിയൻ പക്ഷെ പൊട്ടിക്കത്തില്ല, അത്രേ ഉള്ളൂ. നമുക്കപ്പോൾ എൻ്റെ പോർട്ടൽ ഒന്ന് ഇതാക്കാൻ നോക്കിയാലോ. ലെറ്റ്സ് ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് വേണ്ടത് അയ്യോ ഫെൻഡറാണ് കേട്ടോ. ഓക്കെ, ഓക്കെ ഓക്കെ. നമുക്കിനി എൻ്റെ പോർട്ടൽ കണ്ടുപിടിക്കണം. എൻ്റെ പോർട്ടലിൽ ഇതാക്കാനുള്ള സാധനം
നമുക്ക് കോട്ടോണുണ്ട് പി പി വിളിക്കാം. പക്ഷെ എൻ്റെ മോനെ ഇത് ഭയങ്കര ക്രിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് ഫുൾ സെറ്റ് ഓഫ് നെതറൈറ്റ് ആർമറിനേക്കാളും പവർഫുൾ ഒരു ആർമർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലെതർ ബൂട്ട്സാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ സ്നോവിൽ താഴത്തില്ല. അതേപോലെ ലെഗിങ്സ് നമ്മൾ ഗോൾഡ് ഇടുക. കാരണം നമ്മൾ നെതറിൽ പോയാൽ നമ്മളെ പിഗ്ലിൻസ് അറ്റാക്ക് ചെയ്യില്ല. അതേപോലെ പറക്കാൻ വേണ്ടി നമ്മൾ എലിട്ര ഇടുക. അതേപോലെ ഹെൽമെറ്റ് മറ്റേ ടേർട്ടിൽ ഷെല്ലിടുക. കാരണം ഇതൊക്കെ ഇടുകയാണെങ്കിൽ ഓരോ ഉപകാരങ്ങളായതുകൊണ്ടുള്ള ഫസ്റ്റ് ടേർട്ടിൽ ഹെൽമെറ്റ് അല്ല ടേർട്ടിൽ ഷെല്ല്. അയ്യാ ഞാൻ എന്തിനാ ഡ്രോപ്പ് ചെയ്താ? ഞാനിങ്ങനെ എടുക്കണ്ടോ? ഓക്കെ. അപ്പോൾ ടേർട്ടിൽ ഷെല്ല് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടുതൽ സമയം ബ്രീത്ത് ചെയ്യാൻ തരും. എലിട്ര നമുക്ക് പറക്കാൻ പറ്റും. മറ്റേ ഗോൾഡൻ പാൻറ്റ് നമ്മളെ പിഗ്ലിൻസ് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ ഇതാവും. പിന്നെ ലെതർ ബൂട്ട്സ് നമ്മളെ ഇതിൽ സിങ്ക് ചെയ്യാണ്ട് രക്ഷപ്പെടുത്തും. അതേപോലെ നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പോർട്ടലിൻ്റെ ആ സാധനം അവിടെ പോയി. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. ഒന്നും നോക്കണ്ട, അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. ഇത്രേ ഉള്ളൂ. എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ, വെറും ഗോൾഡൻ ആപ്പിൾ. എനിക്ക് എൻചാൻറ്റഡ് മതി. ഓ ഓക്കെ. അപ്പം നമുക്ക് പോർട്ടൽ നോക്കാം. ഇത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നു? എന്നാലും പോർട്ടൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നു ആ പോർട്ടൽ? ഇതിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കാരണം ഇതിലാണ് ഇങ്ങനത്തെ സാധനമൊക്കെ. അതാ ഞാൻ കണ്ടത്. യെസ്. അപ്പം നമുക്ക് കുറച്ച് വലുതാക്കി ഉണ്ടാക്കാം. 2 3 4. ആക്ച്വലി അല്ലെങ്കിൽ നമുക്ക് എലിട്ര കിട്ടത്തില്ല. എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്ത് എൻ്റെ ഷിപ്പ് ഇതാക്കാണ്ട് നമുക്ക് ഒരിക്കലും ഇത് കിട്ടൂല. 4. ഓക്കെ. ഇവിടെ നോക്കാം നമുക്ക് 4 എണ്ണം. ഓക്കെ. 3 4. ഇനി ഇവിടെ 1. ഓക്കെ. 2 3 4. ഓക്കെ. ഇനി നമുക്കിതെല്ലാം ലൈക്ക് ചെയ്യാം. Fully this works. No. ഇതെല്ലാം പൊട്ടിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി. സോ ഇനി നിങ്ങൾ 3 ബ്ലോക്ക് വെച്ച് നോക്കിക്കൂടെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയതാണ് ഗൈസ്. ഓക്കെ. അതേപോലെ നമുക്ക് പവേർഡ് റെയിൽ, പിന്നെ ആക്ടിവേറ്റഡ് റെയിൽ. പവേർഡ് റെയിൽ എടുക്കാം. പിന്നെ വേറെ ഒരു മൈൻ കാർട്ട് എടുക്കാം. ബാക്കിയുള്ള എല്ലാം ഇൻവെൻറ്ററിയിൽ നിന്ന് കളയട്ടെ. ഓക്കെ.
നമുക്ക് റെഡ് സ്റ്റോൺ ടോർച്ച് വേണം. ഓ ആഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഗെയിം കൂടെ ആഡ് കഴിഞ്ഞതിന് ശേഷം ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇനി നമുക്ക് നമുക്ക് അല്ലാണ്ട് തന്നെ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ഉറങ്ങാം. നൈറ്റ് കാണാൻ അത്ര രസമില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് എപ്പോഴും സ്കിപ്പ് ചെയ്ത് കളയുന്നത്. ബ്ലൂ ബെഡ്, മൈ ഫേവറേറ്റ് ആൻഡ് ബെസ്റ്റ് ബെഡ് ഇൻ ദ എൻറ്റയർ വേൾഡ്. ഓക്കെ, നമുക്കിനി ആർമർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനൊരു വീഡിയോയിൽ ആക്ച്വലി കണ്ടത്. അതിന് നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ പാറ്റേൺ ഇതെടുക്കാം. ഇതും പോട്ടെ. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെക്ഷനിൽ എന്തായാലും ഇസാണ് സ്മിത്തിങ് ടേബിൾ. ഇനി നമുക്ക് ഇതാക്കേണ്ട ആർമർ ആൻഡ് നമുക്ക് ഡയമണ്ട് എടുത്ത് വെക്കാം, കാരണം ഡയമണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്കിനി ആർമർ സെക്ഷനിൽ പോയിട്ട് ഫുൾ സെറ്റ് നെതറായിട്ട് തന്നെ എടുത്തേക്കാം, കാരണം എൻ്റെത് ഫുൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം തന്നെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി ബൂട്ട്സ്. ഓക്കെ, ഇതിലല്ലേ? അയ്യോ, ഇതെങ്ങനെ പോകുക? ഓ, സ്മിത്തിങ് ടേബിൾ അല്ല, എന്നാൽ വേറെ ഏതോ ടേബിളാണ്. വേറെ എന്തല്ലോ ടേബിൾ. ഇതാണോ നോക്കാം, ഇതാണോ നോക്കാം ഇനി നമുക്ക്. ഇത് വേറെന്തോ സാധനം. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണിത്. എന്നാൽ ഇതുമല്ലെങ്കിൽ ഇതായിരുന്നു ഫ്ലെച്ചിങ് ടേബിൾ. ഇതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇതും ഞാൻ ചതിച്ചു. ഓ, ഞാൻ ചതിച്ചു. ബീഹൈവാ പോയി. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തായാലും അല്ലേ, അപ്പം അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിനിവിടെ വെക്കണം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇതെന്താണ് ചെയ്യേണ്ടത്? സ്മിത്തിങ് ടെമ്പിൾ. അതെങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ. ഓക്കെ, അപ്പം ഞാൻ ആരാണ് ഇല്ലേ ഇപ്പോൾ? സ്റ്റീവാ ആക്ച്വലി. ഓക്കെ, അപ്പോൾ അപ്ഗ്രേഡ് ഗിയറാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിന് യു എവിടെ? യു അപ്ഗ്രേഡ് ഗിയറിൽ ഉണ്ടാവുണ്ടാണല്ലേ.
അപ്ഗ്രേഡ് ഗിയർ. നമുക്ക് അപ്ഗ്രേഡ് ഗിയർ വേണം. സോ ഇതാണെന്നാണ്, അല്ല ഇതല്ല, സോറി, ഇതാണെന്നാണ് എനിക്ക് സ്റ്റിൽ തോന്നുന്നത്. അതാ അപ്ഗ്രേഡ് ഗിയറിന് മുകളിൽ എഴുതി വെച്ചിക്ക്. ഇതിനി വെക്കണം വേണ്ട. വെയിറ്റ്, ഓ എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ അതിന് ഡയമണ്ട് ആർമറാണ് ആക്ച്വലി എടുക്കേണ്ടത് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ലെഗിങ്സ് അല്ല, പിന്നെ ഇതൊക്കെ ഇത് അല്ല, സോറി, ഇതെടുത്ത് ഇതിലോട്ട് വെക്കുക. ഓക്കെ, വെയിറ്റ്, ആൻഡ് എനിക്ക് നെതറൈറ്റ് ഇൻഗോട്ട് വേണം. ഇനിയിപ്പോൾ നെതറൈറ്റ് ഇൻഗോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അയ്യോ സോറി. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് ചെയ്യുക? ഇനി ഇതുമെല്ലാം ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അല്ല, പിന്നെ മനുഷ്യൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എൻ്റെ ഹെൽമെറ്റ് പോകും. ഇതൊന്നും പോക്കരുത്. എൻ്റെ എൻചാൻറ്റിങ് ടേബിളിൽ എൻചാൻറ്റ് ചെയ്തെടുത്ത് സ്റ്റിക്ക് നമുക്ക് എൻചാൻറ്റ് ചെയ്യും. അല്ല സോറി, സ്റ്റിക്ക് സ്റ്റിക്ക് കിട്ടി. നമുക്ക് സ്റ്റിക്ക് എൻചാൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റൂല, നമുക്ക് സ്റ്റിക്ക് എൻചാൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കൊരു സോഡ് അങ്ങ് എൻചാൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഒരു സോഡ് എൻചാൻറ്റ് ചെയ്യാം. നെതറായിട്ട് തന്നെ കിടക്കട്ടെ. ഓക്കെ, 16. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ക്രീപ്പേഴ്സിനെ കൊല്ലണം അവരാവണമെങ്കിൽ എനിക്ക്. ഓക്കെ, ക്രീപ്പേഴ്സിനെ കൊന്ന് നമുക്കിത് കളക്ട് ചെയ്യാം. സ്കെലട്ടൻസ്, ഇവരോടൊക്കെ എനിക്ക് റിവെഞ്ച് എടുക്കാനുള്ളതാണ്. സർവൈവൽ എന്നെ കുറേ കൊന്നിട്ടുണ്ട്. ക്രീപ്പറിന് സ്കെലട്ടൺ കൊന്ന് അങ്ങനെ ഇരിക്കും നോക്കാം. അതിനടുത്ത് ഞാൻ ഒരു സ്കെലട്ടനാന്നല്ല കേട്ടോ. യെസ്, ദാറ്റ്സ് ദ പവർ. ഓക്കെ, അപ്പം നമുക്ക് കയ്യിൽ ടോട്ടം ഓഫ് ഉണ്ടായി എടുത്ത് വെക്കാം. ഓക്കെ, ഇനി ട്രൈഡൻ്റ് എടുത്ത് നമുക്ക് എൻചാൻറ്റ് ചെയ്യണം. നമുക്കിനി ഒരു ആൻവിൽ വേണം. ഓക്കെ, ഒരു നോർമൽ ആൻവിൽ ആൻഡ് റിപ്റ്റൈഡ് 3 വേണം നമുക്ക്. എൻചാൻറ്റിങ് ബുക്ക് റിപ്റ്റൈഡ് 3 എൻചാൻമെൻറ്റ് ബുക്ക് ഇതിലാണ് ഉണ്ടാവുക. നോക്കട്ടെ, ഇതില്ല. നമുക്കപ്പോൾ എൻചാൻറ്റിങ് ബുക്ക് വേണം. ഓക്കെ, റിപ്റ്റൈഡ് 3 കാണണ്ടാണല്ലോ ശരിക്കും. ലക്ക് ഓഫ് ദ സീ ഉണ്ട്. റോസ്റ്റോക്ക് ഓഫ് റോസ്റ്റ്, കേഴ്സ് ഓഫ് വാനിഷിങ്, ഇംപെയിലിങ്. റിപ്റ്റൈഡ് 3 ആണ്. 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി. യെസ്, വി ഗോട്ട് ഇറ്റ്. അല്ല, ഇതെന്താ കേഴ്സ് ഓഫ് വാനിഷിങ്? അതൊന്നും എനിക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി പറക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. അല്ല, ഇതെന്താണ്?
റിപ്റ്റൈഡ് 3 വെച്ച് ഒന്നും ആക്കാൻ പറ്റൂല ഗൈസ് നമുക്കപ്പോൾ. നമുക്ക് എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് തന്നെ അടുത്ത വീഡിയോ തുടങ്ങാം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പീസ് ഔട്ട്.